ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം വിത്ത് ചാപ്സേം. അപ്പോ കൂട്ടുകാരെ, നമുക്കൊരു തിങ്കളാഴ്ച വ്ലോഗ് ആയാലോ. ഇന്ന് ദീപാവലിയും കൂടെ അല്ലേ. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എനിക്കൊരു മാരേജ് ഉണ്ട്, അപ്പൊ നമുക്ക് പോവാൻ റെഡി ആയാലോ. നമ്മുടെ വീട്ടിനപ്പുറത്തെ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അത് ഇന്നാണ് ആ കല്യാണം. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോവാൻ റെഡി ആവണ്ടേ. അപ്പൊ രാവിലെ റെഡി ആവുന്നതിന് മുമ്പ് ദാണ്ടേ റൂമിലോട്ട് വന്നപ്പോ ദാണ്ടെ ചാപ്പോ ഇവിടെ ഉണ്ട്, നമ്മുടെ സിംബക്കുട്ടൻ ഇവിടെ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുന്നത് കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര പിണക്കം വന്നേ, അവരെ കൊണ്ടുവത്തുണ്ട്. അങ്ങനെ ദാണ്ടെ ബ്രഷൊക്കെ ചെയ്ത് വന്നു, അതിൻ്റെ കൂടെ ചായ കുടിച്ചതിനൊക്കെ ശേഷം ദാണ്ടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഗായ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാന്ന് വെച്ചു. അങ്ങനെ അത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചതിന് ശേഷം ദാണ്ടെ ഒരുങ്ങി ഞങ്ങൾ ദാണ്ടെ ബസ് കിടക്കുന്നിടത്തോട്ട് പോവാണ്. ഇവിടുന്ന് നമുക്ക് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ദാണ്ടെ വണ്ടി താൽ അവിടെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണേ പൊന്ന് ഗായ്സേ. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്, കൊള്ളാമോ? റോഷ്നി ദാണ്ടെ ഓടിപ്പോയി പെട്ടെന്ന് തന്നെ എന്നെക്കാട്ടി മുമ്പേ സ്ഥലം പിടിക്കാൻ ഓടി ചെന്ന് കയറുന്നുണ്ടേ. അങ്ങനെ എല്ലാവരും കയറി നടേ നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നിറങ്ങി വാട്ടർമെലൺ ജ്യൂസ് കുടിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ അത് കുടിച്ച് തന്നെ ഫസ്റ്റ് നമ്മൾ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറുമ്പോൾ കാണുന്ന ഫസ്റ്റ് ദൈവത്തിന്റെ വിഗ്രഹം, മാലയൊക്കെ ഇട്ട് പിന്നെ ചുറ്റും പൂക്കള്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പൊ അത് കണ്ടതിന് ശേഷം നമ്മള് കല്യാണ മണ്ഡപം അകത്തെ സ്റ്റേജിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. കല്യാണ മണ്ഡപവും സ്റ്റേജിന്റെ അടുത്തേക്കാണ് പോകുന്നത്. കണ്ടോ, ഇത് നല്ല ഭംഗിയല്ലേ കാണാൻ. ഇപ്പൊ അവിടെ നമ്മൾ വന്ന് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ തന്നെ കുറച്ച് നേരം തന്നെ അവിടെ പോയി ഇരുന്നു. അങ്ങനെ ഒത്തിരി നേരം ഇരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, മമ്മി നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ. ഉടനെ തന്നെ ഞങ്ങൾ ഓടി ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാൻ പറയുമ്പോഴേ നമ്മൾ ഓടുമല്ലോ. കാര്യം സദ്യയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പായസവും പപ്പടവും എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് സദ്യയുടെ കൂടെ ഉണ്ട്, അതെല്ലാം കഴിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം. എല്ലാ കറികളും നിങ്ങൾ കണ്ടോ. പിന്നെ തൻ്റെ ഒരു കുഞ്ഞു ഉണ്ണിയപ്പോ ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ എല്ലാ കറികളും നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്. എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ഞാൻ കഴിക്കാൻ പോവാണേ. അങ്ങനെ തൻ്റെ ചോറ് വന്നു. ചോറിൻ്റെ കൂടെ കഴിക്കുവാനായിട്ട് പരിപ്പ് വന്നു. പരിപ്പിൻ്റെ കൂടെ നമുക്ക് പപ്പടം പിന്നെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പം ഉണ്ടായിട്ട് നമുക്ക് അവിടെ നിന്ന് കൊണ്ട് എടുത്താൽ മതി. പരിപ്പും പപ്പടവും ചോറും എല്ലാം കൂട്ടി അടിപൊളി ഒരു പിടി പിടിച്ചു. അപ്പൊ അതിനുശേഷം നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എന്റെയും കൂടി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പായസം. പായസത്തിന്റെ കൂടെ കഴിക്കാൻ എന്താ വരുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ. സ്വീറ്റ് ബോളി എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഒരെണ്ണം കൂടെ. അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. അതിന്റെ കൂടെ തന്നെ നല്ല പാൽപ്പായസവും അതിന്റെ കൂടെ കഴിക്കാനുണ്ടായിരുന്നു ഗായ്സ്. പായസവും അടയും സ്വീറ്റ് ബോളിയും എല്ലാം കൂടെ ഞെവിടി കഴിച്ചോണ്ടിരിക്കുമ്പോ ദാണ്ടേ വരുന്നു നമ്മുടെ പയറ് പായസം. പിന്നെ പറയാനുണ്ടോ. അങ്ങനെ എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് അതിനുശേഷം ഞങ്ങൾ ദാണ്ടെ വീണ്ടും സ്റ്റേജിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കല്യാണ മണ്ഡപ സ്റ്റേജിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറുകയാണ് ഞങ്ങൾ രണ്ടുപേരും. റോഷ്നി അങ്ങോട്ട് മാറിയപ്പോ അടുത്ത ക്യൂട്ട്നെസ് വാരി വിതറുന്നത് ഞാനാണേ കേട്ടോ. ഒരു കല്യാണമല്ലേ, അപ്പൊ ക്യൂട്ട്നെസ് കുറച്ച് കടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദാണ്ടെ അവിടെ ഇരുന്ന് കല്യാണമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വെളിയിൽ വന്നു. ഇനി നമുക്ക് വീട്ടിൽ പോകണ്ടേ ഗായ്സ്. അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ റോഷ്നിയുടെ കയ്യിൽ നിറയെ നല്ല സൂപ്പർ ഫ്ലവർ, നല്ല അടിപൊളി കളർ ഫ്ലവർ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങെടുക്ക്, ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഏത് കല്യാണത്തിന് പോയാലും കുട്ടികൾക്കുള്ളൊരു പരിപാടിയാണ്, അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബസ് വന്നു അവിടുത്തെ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ബസ് വന്നു. വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുകയാണ്. അങ്ങനെ വണ്ടി മുമ്പോട്ട് പോകുകയാണ് ഗായ്സ്. നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പോകുകയാണ്. പെട്ടെന്ന് തന്നെ വണ്ടി നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ ചാപ്പോയും സിംബോയും ദാണ്ടെ ഓടി വരികയാണ്. നിങ്ങൾക്ക് അറിയാവല്ലോ, എവിടെ പോയാലും ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ചാപ്പോയും സിംബോയും ഞങ്ങൾ വരുന്നവരെ. അങ്ങനെ ദാണ്ടെ റോഷ്നിയുടെ കയ്യിരുന്ന പൂക്കളെല്ലാം ചാപ്പയുടെ ദേഹത്ത് ദാണ്ടെ വാരി വിതറിക്കൊടുത്തു. ദേഹത്ത് വീണ് പൂക്കളെല്ലാം കുടഞ്ഞു കളയാണ് ചാപ്പോ. കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.